ഇത്രയും സമയം കിട്ടിയിട്ടും ഡേവിഡ് കാറ്റാലയ്ക്ക് ഒരു മികച്ച ഫസ്റ്റ് 11 ഇടാൻ പോലും കഴിയുന്നില്ല. ടീമിനെ മെച്ചപ്പെടുത്തലാണ് ലക്ഷ്യമെന്നാണ് കാറ്റാല പറയുന്നത്. ഈ സീസണിലെ മെച്ചപ്പെടുത്തൽ കഴിയുമ്പോൾ ടീമിലെ പകുതി താരങ്ങളും മറ്റ് ടീമുകളിലേക്ക് പോകും. പിന്നെ അടുത്ത സീസണിൽ പുതിയ താരങ്ങളുമായി പുതിയ മെച്ചപ്പെടുത്തൽ. കപ്പടിക്കുന്നതൊക്കെ ഇമ്പോസിബിൾ ആണെന്ന രീതിയിലാണ് ഏകദേശം കാറ്റാലയുടെ സംസാരം. സൂപ്പർ കപ്പിൽ മികച്ച വിദേശ താരങ്ങളൊക്കെ ഉണ്ടായിട്ടും കപ്പടിക്കാൻ കഴിഞ്ഞില്ല. സാധാരണ എല്ലാ ക്ലബ്ബുകളും ഫോറിൻ പ്ലെയേഴ്സ് അവൈലബിൾ ആണെങ്കിൽ എല്ലാവരെയും ഇറക്കാറുണ്ട്. ആശാന് പിന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഫസ്റ്റ് 11-ൽ 2-3 താരങ്ങൾ തന്നെ ധാരാളം. ബാക്കി ഇന്ത്യൻ താരങ്ങളെ വെച്ച് ആശാൻ മെച്ചപ്പെടുത്തും. സൂപ്പർ കപ്പിലൊക്കെ തിയാഗോ ആൽവസിനെ ഒക്കെ കാറ്റാല ഫസ്റ്റ് 11-ൽ ഇറക്കാതെ അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റാതെ ശ്രദ്ധിച്ചിരുന്നു. നവോച്ച, വിപിനൊക്കെ മികച്ച താരമാണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ആശാന് മനസ്സിലായത് ഒരു മത്സരം കഴിഞ്ഞപ്പോഴാണ്. സീസൺ തീരാറാകുമ്പോൾ അമാവിയ, ഫ്രെഡിയൊക്കെ നല്ല പ്ലെയേഴ്സ് ആണെന്ന് ആശാന് മനസ്സിലാകും. മിഖായൽ സ്റ്റാറെ ഉണ്ടായിരുന്നപ്പോൾ കുറെ അറ്റാക്കെങ്കിലും കണ്ടിരുന്നതാണ്. കാറ്റാലയേക്കാൾ നല്ലത് തോമസ് കോർസിനെ തന്നെ മുഖ്യ പരിശീലകനായി നിയമിക്കുന്നതായിരുന്നു എന്ന് തോന്നുന്നു. ഇവാൻ ആശാന്റേതിന് സമാനമായ കോച്ചിങ് സ്റ്റൈലായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഈസ്റ്റ് ബംഗാളിനോടും ബംഗളൂരുവിനോടും ഡൽഹി പരാജയപ്പെട്ടു. പക്ഷേ സ്ക്വാഡ് ഡെപ്ത് വെച്ച് സ്റ്റാറ്റസ് നോക്കിയാൽ KBFCയേക്കാൾ മികച്ചത് സ്പോർട്ടിംഗ് ഡൽഹിയാണ്.